വന്നീരെ, നമ്മുടെ ഭാരതീയ ചിന്തയുടെ അടിസ്ഥാന വേരുകൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വേദങ്ങളാണ്. വേദങ്ങളെ മുൻനിർത്തി വേദവിജ്ഞാന സർവസ്വം എന്നൊരു വലിയ ഗ്രന്ഥം മനോരമ ബുക്സ് ആലോചിച്ചപ്പോൾ അതിന് തീർച്ചയായും നമ്മുടെ മനോരമയുടെ വേദവിദ്യാ പാരംഗതൻ എന്ന് തന്നെ പറയാവുന്ന മനോരമയുടെ ഒരു എന്താ പറയുക ആസ്ഥാന പണ്ഡിതൻ ശ്രീ പ്രസാദിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. നമ്മുടെ ക്ഷേത്ര വിജ്ഞാനകോശവും നമ്മുടെ ഭാരതീയ ദർശനങ്ങളും ഒക്കെ തയ്യാറാക്കി നമ്മളെ അനുഗ്രഹിച്ചത് ശ്രീ പ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു രചനയാണ് വാസ്തവത്തിൽ നമ്മുടെ വേദവിജ്ഞാന സർവസ്വം. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്ന ഡോക്ടർ ശിവകരൻ നമ്പൂതിരി മനോരമയ്ക്ക് വളരെ ബഹുമാനപ്പെട്ട, വളരെ ആദരണീയനായ ആളാണ്. നമ്മുടെ വിദ്യാരംഭത്തിൻ്റെ ആസ്ഥാന ഗുരുക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ ഈ വേദവിജ്ഞാന സർവസ്വം പ്രകാശനം ചെയ്യാൻ തീർച്ചയായും ഇതുപോലെ യോഗ്യനായ മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ പറയാം. കേഞ്ഞോറച്ചൻ, ഗുരുസ്ഥാനീയനായ കേഞ്ഞോറച്ചനെ പറ്റി ഞാൻ ഇവിടെ കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ ഈ വേദവിജ്ഞാന സർവസ്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്പൂർണതയാണ് അല്ലേ. ഒരു ആഗമാന സ്വഭാവം ഈ സർവസ്വം എന്ന വാക്കിലുണ്ട്. അതേസമയം സാരം എന്ന അർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ ഈ ആഗമാന സ്വഭാവമുള്ള ഒരു പുസ്തകം നമ്മുടെ ഋഷിദേവതാ സങ്കല്പങ്ങളൊക്കെ വാസ്തവത്തിൽ ഇത്ര സമർത്ഥമായി വിശദീകരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഭാരതീയ ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ആമുഖമായി സുദീർഘമായ പ്രസംഗം ഒന്നും ആവശ്യമില്ല. കാരണം ശ്രീ പ്രസാദ് തന്നെ പുസ്തകത്തെ പറ്റി വിശദമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ മുഖ്യാതിഥികൾക്ക് മനോരമയ്ക്ക് വേണ്ടിയും മനോരമ ബുക്സിന് വേണ്ടിയും ഒരിക്കൽ കൂടി അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പുസ്തക പരിചയത്തിലേക്ക് ശ്രീ പ്രസാദിനെ ക്ഷണിക്കുകയും ചെയ്യും. എല്ലാ ആദരണീയർക്കും എൻ്റെ വന്ദനം. വേദോഖിലോ ധർമ്മമൂല എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. എല്ലാ ധർമ്മത്തിനും അടിസ്ഥാനമായ പ്രമാണമാണ് വേദം. ധർമ്മം എന്ന് വെച്ചാൽ കർത്തവ്യം. ധാരണാധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയതി പ്രജാ. ജനങ്ങളെ എല്ലാം ധരിക്കുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ധർമ്മം. അതിൻ്റെ അടിസ്ഥാന പ്രമാണമായി വേദത്തെ നമ്മളൊക്കെ പരിഗണിക്കുന്നു. ഞാൻ ഭാരതീയ ദർശനങ്ങൾ എൻ്റെ ഗുരുനാഥനായ CV വാസുദേവ ഭട്ടേൽ സാറിൻ്റെ അടുക്കൽ 35 വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാനായി ചെല്ലുമ്പോൾ അദ്ദേഹം ഈ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാന കൃതി എന്ന് പറയുന്നത് വേദമാണ് എന്ന് എന്നോടൊന്ന് പറഞ്ഞു. അത് പഠിച്ച് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ചാർവാക ദർശനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ചാർവാക ദർശനത്തിൻ്റെ അടിസ്ഥാന സൂത്രങ്ങളായ ബാർഹസ്പത്യ സൂത്രങ്ങളിൽ ഒന്ന് വേദസ്യ കർത്താരു ഭണ്ഡധൂർദ്ധ നിശാചര എന്നാണ്. വേദത്തിൻ്റെ കർത്താക്കന്മാർ വിഡ്ഢികളും അല്ലെ കോമാളികളും ധൂർത്തന്മാരും ചതിയന്മാരും നിശാചരന്മാരും രാക്ഷസന്മാരുമാണ് എന്നാണ് ഒരു സൂത്രം. ബൃഹസ്പതി സർവാദരണീയനാണ്, എല്ലാവരും ആദരിക്കുന്ന ആളാണ് ബൃഹസ്പതി എന്നിരിക്കെ ഇങ്ങനൊരു സൂത്രം എന്തുകൊണ്ട് അദ്ദേഹം രചിച്ചു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് എന്നെ ഈ പുസ്തകരചനയിൽ കൊണ്ടെത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലമായപ്പോൾ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഹിംസ ആരംഭിച്ചു. വേദത്തിന് ഉപയോഗിച്ച് നടത്തുന്ന യജ്ഞം എന്ന് വെച്ചാൽ കർമ്മമാണ്. യജ്ഞ കർമ്മനാമ എന്ന് വൈദിക നിഘണ്ടു പറയും. ശ്രേഷ്ഠതമം കർമ്മ എന്ന് ശതപഥ ബ്രാഹ്മണം പറയും. നമ്മളെല്ലാവരും ചെയ്യുന്ന നമ്മുടെ കർത്തവ്യ കർമ്മങ്ങളാണ് യജ്ഞം. അല്ലാതെ ഹോമകുണ്ടത്തിൽ ഹവിസർപ്പിക്കുന്നതല്ല യജ്ഞം. അത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു യജ്ഞത്തിൻ്റെ പ്രതീകാത്മകമായ അവതരണമാണത്. അല്ലാതെ യഥാർത്ഥത്തിൽ വേദമന്ത്രങ്ങൾ എഴുതിയത് ഈ യജ്ഞശാലയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ കർത്തവ്യങ്ങൾ
വേദത്തെ പരമപ്രമാണമായി കരുതുന്ന മീമാംസകര് അധാതു ധർമ്മ ജിജ്ഞാസ എന്നാണ് തുടങ്ങുന്നത്. ധർമ്മം എന്ത് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. അപ്പം അതിന് വേദമന്ത്രങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ എൻ്റെ ശ്രമം വളരെ വർഷങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനുള്ള ഗ്രന്ഥങ്ങൾ സംഘടിപ്പിക്കുക, അതെല്ലാം വായിക്കുക. സംസ്കൃതം അറിഞ്ഞതുകൊണ്ട് മാത്രം അത് വായിക്കാൻ പറ്റില്ല, വൈദിക സംസ്കൃതം അറിയണം. ഇപ്പം നമ്മൾ അശ്വം എന്ന് വെച്ചാൽ കുതിര എന്നാണ് അർത്ഥം. പക്ഷെ വേദത്തിൽ അശ്വം എന്ന് വെച്ചാൽ സൂര്യൻ എന്നർത്ഥമുണ്ട്, സൂര്യകിരണം എന്നർത്ഥമുണ്ട്, പല അർത്ഥങ്ങൾ. രാഷ്ട്രം എന്നർത്ഥമുണ്ട്. ഗോവെന്ന് വെച്ചാൽ പശു എന്നർത്ഥമുണ്ട്, ഗോവെന്ന് വെച്ചാൽ മേഘം എന്നർത്ഥമുണ്ട്, ഗോവെന്ന് വെച്ചാൽ വില്ലിൽ നിന്ന് പോകുന്ന അമ്പ് എന്നർത്ഥമുണ്ട്, വാക്കെന്നർത്ഥമുണ്ട്. അതാ ഗവേഷണം, വാക്ക് ജ്ഞാനാന്വേഷണം എന്നാണ് അർത്ഥം. അതാ പശുവിനെ തേടിപ്പോയത് അല്ല. മാക്സ് മുള്ളർ അങ്ങനെ തെറ്റായി പറഞ്ഞു. ഗമനാർത്ഥ ധാതു എല്ലാം ജ്ഞാനാർത്ഥമാണ്. അതുകൊണ്ട് ഗോവ എന്ന് വെച്ചാൽ ജ്ഞാനം അല്ലെ വാക്ക് എന്നർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഗവേഷണം എന്ന അർത്ഥം വന്നത്. നമ്മളിപ്പോഴും അതൊക്കെ ഇങ്ങനെ വേദത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ പണ്ട് തൊട്ടേ പ്രചരിച്ചു. ഒരിക്കലും സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത മാക്സ് മുള്ളർ പറഞ്ഞത് നമ്മളൊക്കെ വിശ്വസിച്ചു. അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്ന മട്ടും കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ശ്രമം വളരെ ക്ലേശപൂർണമായ ഈ ജോലി ചെയ്തത്. അതിൽ ഒന്നാമത്തെ വോളിയം ഞാൻ പരിചയപ്പെടുത്താം. അതിൽ വേദത്തിലേക്ക് ഓരോ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഭാഷാ സവിശേഷത കൊണ്ടും അതിൻ്റെ ധ്വന്യാർത്ഥം കൊണ്ടും അതിൻ്റെ രൂഢാർത്ഥമല്ല. നമ്മളിപ്പോൾ പങ്കത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാം പങ്കജമാണ് അല്ല, എല്ലാം പങ്കജമല്ല, താമര മാത്രമാണ്. പക്ഷെ വേദത്തിൽ പങ്കത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാം പങ്കജമാണ്. അപ്പോൾ അത് ആ കോണ്ടെക്സ്റ്റിൽ അർത്ഥം എങ്ങനെയാണെന്ന് കണ്ടെത്തുക വളരെ ക്ലേശമാണ്. അതിന് നമുക്ക് എറ്റിമോളജിക്കൽ യാസ്കൻ്റെ നിരുക്തമുണ്ട്, ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്, വേദത്തിൻ്റെ ആദ്യ വ്യാഖ്യാനങ്ങൾ. ഇതൊക്കെ വളരെ സൂക്ഷ്മമായി, അതെല്ലാം ബൃഹത് ഗ്രന്ഥങ്ങളുമാണ്. സൂക്ഷ്മമായി വായിച്ച് പഠിച്ച് നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. ഒന്നാം മൂല്യത്തിലുള്ളത് ഈ വേദമന്ത്രങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതിൻ്റെ ദേവത, ഋഷി, പിന്നെ ഛന്ദസ്, ഇതെന്താണെന്ന് അറിഞ്ഞതിൻ്റെ കീ ആണത്. ഓരോ മന്ത്രത്തിലെയും ദേവത എന്ന് വെച്ചാൽ നമ്മൾ ഈ പുരാണത്തിൽ കാണുന്ന ദേവതയല്ല, അതിലെ സബ്ജക്റ്റാണ്. ഇപ്പോൾ ഉരലും ഒലക്കയും ദേവതയാണ്, കുതിര ദേവതയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്താണോ വിശദീകരിക്കുന്നത് അതാണ് അതിൻ്റെ ദേവത. ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്. കാരണം അതിൽ അഗ്നിയാണ് പറയുന്നത്. അഗ്നി എന്ന് വെച്ചാൽ അടുപ്പിലെ അഗ്നിയും യാഗശാലയിലെ അഗ്നിയും അല്ല, കോസ്മിക് എനർജി എന്ന അർത്ഥത്തിലാണ്. അഗ്നിമീളേ പുരോഹിതം, പണ്ടേ ഉള്ളവൻ എന്നാണ് അർത്ഥം. എന്നും ഉണ്ടായിരിക്കുന്നവൻ, അവൻ പുരോഹിതനാണ്, പണ്ടേ ഉള്ളവൻ. ഋത്വിക്കാണ്, ഋതുക്കൾ തോറും മാറി മാറി വരുന്ന ആളാണ്. അല്ലാതെ ഋത്വിക്കെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ നാടകീയ അവതരണമാണ് യജ്ഞശാല. അതൊക്കെ പോകട്ടെ, സമയമില്ലാത്തത് കൊണ്ട് ഞാനതൊക്കെ ചുരുക്കുന്നു. ഒന്നാം മൂല്യത്തിൽ മന്ത്രാർത്ഥം കടക്കാനുള്ള ഒരു സാങ്കേതിക പദങ്ങളാണ് ദേവത എന്താണെന്ന് അറിയുക, ഋഷി എന്താണെന്ന് അറിയുക. ആ തത്വം കണ്ടുപിടിച്ച, അത് ദർശിച്ച ആളാണ് അതിലെ ഋഷി. ഋഷി മന്ത്രദ്രഷ്ടാര, മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആൾ ആ പേരിൽ അറിയപ്പെടും. ഇപ്പം അഗ്നി എന്ന് പറഞ്ഞ പ്രപഞ്ച പ്രാണനായിരിക്കുന്ന വിശ്വാമിത്രൻ, പ്രപഞ്ചത്തിൽ എല്ലാവരുടെയും പ്രാണനെയാണ് വിശ്വാമിത്ര എന്ന് വിളിക്കുന്നത്. ആ വിശ്വാമിത്രൻ പ്രപഞ്ച പ്രാണനാണെന്ന് മനസ്സിലാക്കിയ ഋഷി അറിയപ്പെടുന്നത് മധുശ്ചന്താവ് അല്ലെ വിശ്വാമിത്രൻ എന്ന പേരിലാണ്. അതുപോലെ ഓരോ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒന്നാം മൂല്യം. അതിനകത്ത് തന്നെ ഞാനത് ഏറ്റവും പുരാതനമായ ഡിക്ഷണറി, വൈദിക നിഘണ്ടു, യാസ്കന് മുമ്പോ ഉണ്ടായിരുന്ന നിഘണ്ടു, അതിൻ്റെ വ്യാഖ്യാനമാണ് യാസ്കൻ്റെ നിരുക്തം. അത് ഞാൻ ആദ്യമായി മലയാള അർത്ഥത്തോടു കൂടി അതിൻ്റെ ഒരു അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ വോളിയത്തിൽ 4 വേദങ്ങൾ, അതിൻ്റെ ബ്രാഹ്മണങ്ങൾ, അതിൻ്റെ ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ, പിന്നെ വേദം പഠിക്കുന്നതിനാവശ്യമായ ശിക്ഷ, ഉച്ചാരണശാസ്ത്രം, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെയുള്ള വേദാംഗങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള വിവരണം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് 2 വോളിയം. അത്ര ചുരുക്കി പറയുന്നു. കൂടുതലും പുസ്തകത്തിൽ നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തത് പുസ്തക പ്രകാശനമാണ്. പുസ്തക പ്രകാശനം ചെയ്യുന്നതിനായി ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയെയും ഏറ്റുവാങ്ങുന്നതിനായി ഫാദർ ഡോക്ടർ KM ജോർജ് അച്ഛനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ലഘുപ്രഭാഷണത്തിനായി ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാഗത പ്രസംഗകൻ പറഞ്ഞ് ഞങ്ങളെ അതിഥികളായിട്ട് കാണാൻ ക്ഷണിച്ചത്. ഞങ്ങളെ അതിഥികളല്ല. കാരണം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും പറയുകയാണെങ്കിൽ എനിക്ക് മനോരമയിൽ വരുമ്പോൾ ഒരു പുറമേ നിന്ന് വരുന്നൊരു ഗസ്റ്റായിട്ട് തോന്നാറില്ല. പല പ്രാവശ്യം പല ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും ഞാൻ ഇവിടെ വരാറുണ്ട്.
അത് ഇവരുടെയൊക്കെ കാരണവന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വരാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളാരും അതിഥിയായിട്ട് എന്നെ ഞങ്ങളെന്നും കാണരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് ആദ്യം. വളരെ വൈകാരികമായിട്ടുള്ള എന്നുവെച്ചാൽ സന്തോഷം കൊണ്ടുള്ള ഒരു വികാരം, സന്തോഷം എന്ന വികാരത്തിൻ്റെ അടിമ ആയി ഇരിക്കുകയാണ്. കാരണം ഇതുപോലുള്ള ഒരു ഗ്രന്ഥം എഴുതുക നിസ്സാരമായ കാര്യമല്ല. അതിൻ്റെ സ്ട്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ മാനസികവും ശാരീരികവും മറ്റ് സമയബന്ധിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ഇത് എഴുതിയ പ്രസാദിനെ ഞാൻ വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷത്തോടു കൂടി പ്രശംസിക്കുകയാണ്. മാത്രമല്ല, സാധാരണ നമ്മൾ സാംസ്കാരികമായിട്ടും സാമുദായികമായിട്ടും സാമൂഹ്യമായിട്ടൊക്കെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും അങ്ങനെ പറയാറുണ്ട്. അതിൽ അഹങ്കാരം, അസൂയ ഇതൊക്കെ നല്ല ഗുണമല്ല പൊതുവെ. പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് അസൂയ അദ്ദേഹത്തിനോട് തോന്നുന്നുണ്ട്. അത് നല്ലതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇതുപോലൊരു പുസ്തകം ഒന്നല്ല, നിരവധി പുസ്തകങ്ങൾ എഴുതാൻ ഭാഗ്യമുണ്ടായ ഒരാളെന്നുള്ള അദ്ദേഹത്തിനോട് കുറച്ച് അസൂയുണ്ട്. എന്നോട് ക്ഷമിക്കണം. അത്രയും ഭംഗിയായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഫർട്ടിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അദ്ദേഹത്തിൻ്റെ തൂലിക ക്ഷീണിക്കാത്ത മനീഷയും മഷി വിണങ്ങിയിടാത്ത പൊൻപേനയും എന്ന് പറഞ്ഞിട്ട് ശ്ലോകം ഉള്ള പോലെ അദ്ദേഹത്തിൻ്റെ പേനയുടെ മഷി അനവധി കാലത്തേക്ക് പതിറ്റാണ്ടുകൾ മഷി ഉണങ്ങാതെ ഇരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. മനോരമയായിട്ടുള്ള ഒരു ബന്ധം പറയുകയാണെങ്കിൽ 25 കൊല്ലം മുമ്പ്, 25 പോരാന്ന് എനിക്ക് തോന്നണം, അന്ന് ആദ്യമായിട്ട്, ഇപ്പൊ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കാസറ്റ്, പഴയ കാസറ്റ്, അത് ആദ്യമായിട്ട് ഋഗ്വേദവും സാമവേദവും ഇറക്കിയത്. ഒരു 25 കൊല്ലമായിട്ടാവുന്ന എൻ്റെ ഓർമ്മ. ഇന്ന് എറണാകുളത്ത് വെച്ചിട്ടാണ് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായത്. അപ്പം അതിൻ്റെ ഒരു ഡയറക്ഷനും അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഒരുപക്ഷെ അതിന് മുൻപ് ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ സൺഡേ സപ്ലിമെന്റിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ കുറേശ്ശൊക്കെ വരാറുണ്ടായിരുന്നു, ധാരാളം ലേഖനങ്ങൾ. അത് കഴിഞ്ഞ് മനോരമ ആഴ്ചപ്പതിപ്പിൽ വൈദ്യപാചകം എന്ന് പറഞ്ഞൊരു കോളം ചെയ്യാൻ ഭാഗ്യമുണ്ടായി എനിക്ക്. കുറേ കാലം ചെയ്തു അത്. എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് വൈദ്യപാചകം, അപ്പോൾ വൈദ്യസംബന്ധമായിട്ടുള്ള ഈ കറികളും അതുപോലുള്ള ഡിഷസൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കോളൊക്കെ ചെയ്തു. അതൊക്കെ വളരെയധികം എനിക്ക് ഒരു അഭിമാനത്തോടു കൂടി ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. അതിനേക്കൊക്കെ ഉപരിയായിട്ട് അടുത്ത കാലത്ത് 2017 വേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനോരമയ്ക്ക് ഏറ്റവും അധികം ഒരു വെന്നിക്കൊടി പാലിച്ച ഒരു സംഭവമാണ് സാമവേദം മുഴുവൻ കാസറ്റ് ഇറക്കുക എന്നുള്ളത്. 2017 2 കൊല്ലം അതിന് ഞാൻ എല്ലാ ആഴ്ചയിലും എറണാകുളത്ത് പോകും, മനോരമയുടെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യും, അത് എഡിറ്റ് ചെയ്യും. അങ്ങനെ ഏതാണ്ട് 2 കൊല്ലം എടുത്തു. ഡോക്ടർ ശിവരാം ശ്രീകണ്ഠത്തായിരുന്നു എൻ്റെ ചുമതല. അദ്ദേഹത്തിൻ്റെ സഹായികളും അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ട് അവസാനം 2017 ഫെബ്രുവരിയിൽ അന്നത്തെ പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ് അത് റിലീസ് ചെയ്തത്. അതിനും പോകാൻ ഭാഗ്യമുണ്ടായി. ഈ മനോരമയുടെ അധിപതിയും ഒപ്പം ഉണ്ടായിരുന്നു, ശിവരാം ശ്രീകണ്ഠത്തും ഒപ്പം ഉണ്ടായിരുന്നു. അത് വലിയൊരു സംഭവമായിരുന്നു. സത്യത്തിൽ അതിന് ഞാൻ പല ദിക്കിലും കുറച്ച് അസൂയ എന്ന് പറഞ്ഞ പോലെ കുറച്ച് അഹങ്കാരത്തോടുകൂടി ഞാൻ പറയാറുണ്ട്. ആദ്യം മനോരമ മ്യൂസിക്കിൽ ഞാൻ അങ്ങനെ അവർ പറഞ്ഞു, നമുക്ക് ഇവിടെ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വെച്ച് പബ്ലിഷ് ചെയ്യാം, അത് റിലീസ് ചെയ്യാം, ഇതുപോലെ പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മാവും വരെയണ പൊട്ടക്കണ്ണൻ എറിയണ പോലെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, ശിവറാം ശ്രീകണ്ഠത്തിനോട് പറഞ്ഞു, അദ്ദേഹം ഡയറക്ടർ ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്ക് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി പ്രസിഡന്റിനെ കൊണ്ടിട്ട് അത് റിലീസ് ചെയ്യാൻ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാൻ പറഞ്ഞു, മനോരമ വിചാരിച്ചാൽ നടക്കാത്തതല്ല, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, പക്ഷെ മനോരമ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നടക്കും, എനിക്ക് 1% പോലും സംശയമില്ല. എന്നിട്ട് പറഞ്ഞു, ഫെബ്രുവരി 17 ആണെന്ന് തോന്നുന്നു, ഡൽഹിയിൽ വെച്ച് വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ പ്രണബ് മുഖർജി ആ കാസറ്റ് സാമവേദം മുഴുവൻ റെക്കോർഡ് ചെയ്ത കാസറ്റ് റിലീസ് ചെയ്തു. അതും ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ് മനോരമയ്ക്ക്. മനോരമയുടെ ആ ഒരു ആഢ്യത്വം എന്നുള്ള വാക്കാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. ഒരു ആഢ്യത്വം ഉള്ള ഒരു പ്രസ്ഥാനമാണ് മനോരമ. അത് അവിടെയും അത് എൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. അതുപോലെ തന്നെ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ നമ്മളൊരു മുതൽക്കൂട്ട് തന്നെയാണ് ലോകത്തിന്. പ്രസാദ് പറഞ്ഞ പോലെ പുസ്തകത്തിൽ കാണാൻ പറ്റും,
ഓരോ വാക്കുകളും വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. വേദം പഠിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യജുർവേദം ഇതുപോലെ ഒരു 3 വോളിയം വലിയ വോളിയം അത് DC ആണ് ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു 10-15 കൊല്ലം ഞാൻ അവർ പിന്നാലെ നടന്നു. അത് പറയാൻ. അപ്പോൾ അതെനിക്കൊരു വാശിയായിരുന്നു. ഒന്നെങ്കിൽ DC അല്ലെങ്കിൽ അതുപോലെ വലിയ മനോരമയിലുള്ള ആൾക്കാർ വേണം. അപ്പോൾ രവി DC പറഞ്ഞു ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 കൊല്ലം അവിടെ വെച്ചിട്ടാണ് അവസാനം പബ്ലിഷ് ചെയ്യാൻ തീരുമാനം. ഇപ്പം എന്നോട് പറഞ്ഞു സാമവേദത്തിന് ആധികാരികമായൊരു മലയാള വ്യാഖ്യാനമില്ല, സംസ്കൃതത്തിൽ സായണ ഭാഷയുണ്ട്, മറ്റു ഭാഷ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ചെയ്തു തരാൻ പറ്റുമോ വെച്ചു. ഞാൻ പറഞ്ഞു അത് ഇത്തിരി കടന്ന കൈയാണ്, എൻ്റെ പ്രാരബ്ധം കൃത്യാന്തര ബാഹല്യം എന്ന് പറയും, പ്രാരബ്ധങ്ങളുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്, എൻ്റെ പാണ്ഡിത്യക്കുറവ് എല്ലാം അതിനൊരു വിഘാതമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 6 മാസം തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ അപ്പോൾ തന്നെ തീരുമാനമായി. കാരണം 6 മാസം പോയിട്ട് 6 കൊല്ലം കൊണ്ടുപോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ അഗ്നിമേളെ പുരോഹിതം എന്നുള്ള പോലെ അഗ്ന ആയാഹി പീതയെ എന്നാണ് ആദ്യത്തെ, അഗ്നിയാണ് ദേവത ആദ്യത്തെ മന്ത്രത്തിലെ സാമവേദത്തില്. ഞാനൊരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അവിവേകം കൊണ്ട് ഞാൻ എഴുതി തുടങ്ങി. 50 പേജ് അഗ്നി എന്നുള്ള ആ വാക്കിനെ മാത്രം വ്യാഖ്യാനിക്കേണ്ടി വന്നു. കാരണം എനിക്ക് അപ്പോൾ ഒരു പ്രശ്നം വന്നു വെച്ചാൽ ആയുർവേദീയമായിട്ടുള്ള അഗ്നി എന്നുള്ള കൺസെപ്റ്റ് അതിൽ വന്നു, വൈദികമായിട്ടുള്ള അഗ്നി എന്നുള്ള കൺസെപ്റ്റും വന്നപ്പോൾ ഒരു 50 പേജോളം ഞാൻ എഴുതി അഗ്നി എന്നുള്ള വാക്കിനെ കുറിച്ച്. അപ്പോഴും ഒന്നും ആയിട്ടില്ല. ഞാൻ റെഫർ ചെയ്യാൻ എനിക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്, എത്ര റെഫർ ചെയ്താലും തൃപ്തിയായില്ല. ഇങ്ങനെ പല പുസ്തകങ്ങളും നോക്കി വൈശ്വാനരാഗ്നിൻ്റെ ഗീതയിൽ പറയുന്നുണ്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഫിലോസഫിയിലെ തർക്കം വ്യാകരണം പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ജഠരാഗ്നി മുതൽ നമ്മുടെ ഡൈജസ്റ്റീവ് എനർജി ഉണ്ടോ അത് മുതൽ ഈ പറയുന്ന പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആ എനർജി വരെയുള്ളതെല്ലാം ഈ അഗ്നി എന്നുള്ള വാക്കിൽ വരുന്നുണ്ട്. അത് പല സന്ദർഭത്തിലും പലതായിരിക്കും അവിടെ വ്യംഗ്യമായിട്ട് പറയുന്നത്. അപ്പം ഞാൻ ഉടനെ തന്നെ രവി DC വിളിച്ച് പറഞ്ഞു തൽക്കാലം യജുർവേദത്തിനോടൊപ്പം സാമവേദം വ്യാഖ്യാനം നടക്കില്ല, ഇതാണ് എൻ്റെ അവസ്ഥ, എൻ്റെ സമയക്കുറവും വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പാണ്ഡിത്യക്കുറവൊക്കെ കൊണ്ട് തൽക്കാലം വയ്യാന്ന് പറഞ്ഞിട്ട് യജുർവേദം പബ്ലിഷ് ചെയ്തു. 3 വോളിയം വലിയ ബുക്കായിരുന്നു. അതിൻ്റെ എഡിറ്റർ ആവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, ഇതിൽ എൻ്റെ ഒരു ഇതൊന്നല്ല ഞാൻ പറയുന്നത്, ഈ അഗ്നി എന്നുള്ള വാക്കിൻ്റെ ഗൗരവം ഇതുപോലെയാണ് എല്ലാ വാക്കുകളും. ഇപ്പോൾ ഗോവാണെങ്കിലും ഏത് വാക്കെടുത്താലും അത് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഭാഷ്യങ്ങൾ ഒരുപാട് സംസ്കൃതത്തിലുണ്ട്. ഓരോന്നും ഓരോ ആദിയജ്ഞികം, യജ്ഞാർത്ഥത്തിൽ, ഭൗതികമായിട്ടുള്ള അർത്ഥം, ആധ്യാത്മിക അർത്ഥത്തിൽ, ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അനവധി വേദങ്ങളെ കുറിച്ചുണ്ട്. നിരവധി എണ്ണം അസംഖ്യം നഷ്ടപ്പെട്ടു പോയിട്ട് എങ്കിൽ പോലും ലബ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു പുസ്തകം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇതൊരു തുടക്കം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മനോരമയ്ക്കും വലിയൊരു പൊൻതൂവല് തന്നെയാണ് ഈ ഒരു പുസ്തകം. കാരണം വിജ്ഞാന സർവസ്വം തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ പലതും ഞാൻ വായിച്ചുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വരാനും നിങ്ങളെപ്പോലുള്ള നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാവരെയും കാണാനും പറ്റിയതിലും അതുപോലെ പ്രകാശനം ചെയ്യാൻ അത് ഏറ്റുവാങ്ങുന്നത് അതിലും ഒട്ടും ഒരു അദ്വിതീയ എന്ന് പറയും. കാളിദാസന്റെ കാര്യം പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനെ പോലുള്ള ബഹുഭാഷാ പണ്ഡിതൻ, വളരെ സാത്വികനായിട്ടുള്ള ഒരു ഋഷിതുല്യനായിട്ടുള്ള നമ്മുടെ ഫാദറിനെ പോലുള്ള ഒരാളെ കയ്യിൽ ഈ പുസ്തകം കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കതൊരു അഭിമാനവും സന്തോഷം തന്നെയാണ്. മനോരമ ഇറക്കി, അങ്ങനെ പല കാരണം കൊണ്ടും ഇതിനൊരു പ്രാധാന്യം വളരെ കൂടുതലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ വന്ന് കണ്ടതിലും ഈ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ബന്ധം വീണ്ടും തുടരാൻ ഇടവരട്ടെ. എല്ലാവർക്കും ഈശ്വരൻ എല്ലാ ആശീർവാദവും അനുഗ്രഹവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഡോക്ടർ KM ജോർജ് അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയരായ സ്നേഹിതരെ, എനിക്ക് ഇന്ന് രാവിലെ വലിയൊരു അനുഗ്രഹമാണ് ലഭിച്ചത്. കാരണം വേദവിജ്ഞാന സർവസ്വം സ്വീകരിക്കാനുള്ള ക്ഷണം കിട്ടിയത് ഉദയസൂര്യൻ നമ്മുടെ അതിരാവിലെ പ്രകാശിക്കുന്നത് പോലെയുള്ളൊരു അനുഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വേദം എന്നാൽ അറിവെന്നാണ് അർത്ഥം. അറിവ് പ്രകാശമാണ്. ഭാഷയിൽ രണ്ടുമുണ്ട്, അറിവുമുണ്ട് പ്രകാശവുമുണ്ട്. നമ്മുടെ ജീവിതത്തെ ഭാസുരമാക്കുന്നതാണല്ലോ ഭാഷ. അതുകൊണ്ട് ബഹുമാന്യനായ ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയിൽ നിന്ന് ശ്രീ C. പ്രസാദ് എഴുതി മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ 2 വാല്യങ്ങൾ വളരെ നന്ദിയോടും അതീവ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ സ്വീകരിച്ചത്. 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം.
ഒന്നാമതായിട്ട് വേദങ്ങൾ അപൗരുഷേയങ്ങളാണെന്നാണ് നമ്മുടെ പുരാതനമായ സങ്കല്പം. അതായത് മനുഷ്യരല്ല അത് വിരചിച്ചത്, മനുഷ്യാതീതമായ ദിവ്യശക്തിയാണ് മനുഷ്യർക്കത് വെളിപ്പെടുത്തിയത്. അതുകൊണ്ടത് കാലാതീതമാണ്, സനാതനമാണെന്നുള്ള ഒരു സങ്കല്പം ഉണ്ട്. ഇത് എല്ലാ വേദങ്ങൾക്കുമുണ്ട്. മറ്റ് മതങ്ങളിലും ഈ സമാനമായ ചിന്ത ഉണ്ട്. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ദൈവത്തിൻ്റെ വെളിപാടാണ് വേദം. ദൈവാത്മാവിനാൽ പ്രചോദിതരായി അല്ലെങ്കിൽ ദൈവാത്മാ നിശ്വസിതരായി ആ വേദങ്ങൾ രചിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇത് ഇസ്ലാമിലും ഇത് തന്നെയാണ് സംഗതി. കാരണം മുഹമ്മദ് നബി അനക്ഷരനായിരുന്നു എങ്കിലും അല്ലാഹു വെളിപ്പെടുത്തിയത് കൊണ്ട് വിശുദ്ധ ഖുർആൻ രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. പലരുടെ പേരുകളൊക്കെ നമ്മൾ കേൾക്കും. വ്യാസനും വാൽമീകിയും മത്തായിയും മർക്കോസും മൂശാ നബിയും മുഹമ്മദ് നബിയും ഒക്കെ പറയാറുണ്ട്. എങ്കിലും വേദങ്ങൾ അടിസ്ഥാനപരമായിട്ട് ദിവ്യമായ വെളിപാടാണ്. മനുഷ്യർ അതിൻ്റെ ഉപകരണങ്ങളായിട്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എഴുതുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ വേദങ്ങളെക്കുറിച്ച് ശ്രുതി എന്നാണല്ലോ പറയുന്നത്. എഴുതപ്പെടുന്നതിന് മുൻപ് നാം കേൾക്കുകയാണ്. അതും മറ്റ് മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് വളരെ താമസിച്ചാണ്. അതിന് മുൻപ് അത് വായ്മൊഴിയായിട്ട് കേൾക്കുകയാണ്. ഖുർആനും അതുപോലെയാണ്. അത് ആളുകൾ ശ്രവിക്കുകയാണ്, അത് ശ്രുതിയാണ്. കാരണം ഒരു പുരാതന ധാരണ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം എഴുതുമ്പോൾ, രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ തേജസ് കുറഞ്ഞു പോകും എന്നൊരു പഴയ ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഈ വായ്മൊഴിക്ക് അത്രയും പ്രാധാന്യം വന്നത്. രണ്ടാമതായിട്ട് ഈ അപൗരുഷയങ്ങളായതുകൊണ്ട് വേദങ്ങൾക്ക് ഒരു രഹസ്യാത്മകതയുണ്ട്, ഒരു നിഗൂഢതയുണ്ട് അതിൻ്റെ സാരത്തിൽ. നമ്മൾ ഇംഗ്ലീഷിൽ ആഫോറിസ്റ്റിക് എന്ന് പറയുന്നത് പോലെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ധ്വനി പ്രധാനമായി നിരവധി സൂചനകളെ ഉൾക്കൊണ്ടുകൊണ്ട് പൊഴിയുന്ന ചില വാക്കുകളാണ്. അത് ഭാഷയുടെ മാത്രം പ്രശ്നമല്ലത്. വൈദിക ഭാഷയെക്കുറിച്ച് പ്രസാദ് ഇവിടെ പറഞ്ഞു. വൈദിക സംസ്കൃതം വ്യക്തമാണ്, നമുക്കറിയാം. ഇപ്പോഴത്തെ സംസ്കൃതമല്ലത്. ഗ്രീക്കിൽ ആദ്യകാലത്ത് എഴുതപ്പെട്ട സുവിശേഷങ്ങൾ ഇപ്പോഴത്തെ ഗ്രീക്കുകാർക്ക് വായിക്കാൻ മനസ്സിലാവുകയില്ല. അവർക്ക് ഗ്രീക്കിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തെങ്കിലേ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞത്. അത് ഭാഷയുടെ പ്രശ്നം ഒരു വശത്തുണ്ട്, മറുവശത്ത് ഇതിൻ്റെ ആ നിഗൂഢത എല്ലാ വേദങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് വ്യാഖ്യാനം വേണമെന്ന് പറയുന്നത്. വ്യാഖ്യാനം കൂടാതെ വേദങ്ങൾ ആർക്കും മനസ്സിലാവുകയില്ല. വേദങ്ങളില്ലെങ്കിൽ നമുക്ക് വ്യാഖ്യാനമില്ലെങ്കിൽ വേദം നമുക്ക് ഒരിക്കലും വ്യക്തമാവുകയില്ല. എന്നാൽ ഈ വ്യാഖ്യാനങ്ങൾക്കെല്ലാം വ്യവസ്ഥകളുണ്ട്, ഉപാധികളുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ 2 വാല്യങ്ങളും പ്രധാനമായും ഭാരതീയ വേദങ്ങളുടെ വ്യാഖ്യാനത്തിനുള്ള ഉപാധികളാണ്. നിരുക്തി വരെയും ഒക്കെ പോകുന്നുണ്ട്. കാരണം ഈ വൈദിക സാഹിത്യം എടുത്താൽ, എല്ലാ സംസ്കാരങ്ങളിലെയും വൈദിക സാഹിത്യം എടുത്താൽ, ഇന്ത്യയിൽ ഇതുപോലെ ഇത്രയും സങ്കീർണമായ, ഇത്രയും സകല വിജ്ഞാനങ്ങളെയും സ്പർശിക്കുന്ന സമസ്തതല വിജ്ഞാനമുള്ള സ്പർശിയായ ഒരു അവസ്ഥ വേറെ ഒരിടത്തും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് ഗ്രീക്കുകാരുടെ ആണെങ്കിലും ഈജിപ്തുകാരുടെ ആണെങ്കിലും റോമക്കാരുടെ ആണെങ്കിലും ഒക്കെ വേദവ്യാഖ്യാനങ്ങൾക്ക് ഇത്രയും സങ്കീർണതയില്ല. ഇവിടെ ഇത് വളരെ സങ്കീർണമാണ്. കാരണം മനുഷ്യൻ്റെ എല്ലാ വ്യാപാര രംഗങ്ങളെയും വിജ്ഞാന ശാഖകളെയും സ്പർശിക്കുന്ന ആണ് വേദം. അത് ആരൊക്കെ എപ്പോൾ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണം എന്നുള്ളതിന് നിയമങ്ങൾ വേണം. അല്ലെങ്കിൽ അത് വളരെ ആത്മനിഷ്ഠമാവുകയും ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യും. എല്ലാ ഭാഷയ്ക്കും അതുകൊണ്ട്, എല്ലാ വിജ്ഞാന ശാഖയ്ക്കും അതുകൊണ്ടൊരു ഒരു വിമർശക യുക്തിയുണ്ട്. ഇന്ത്യയിൽ പ്രമാണ വിചാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അറിവിൽ ലഭിക്കുന്ന കാര്യങ്ങളെ വിമർശിച്ചാണ് നമ്മളത് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അത് വ്യാജ ജ്ഞാനമാകും. അത് തെറ്റായ അറിവ് വരാതിരിക്കാനും വേണ്ടി വിമർശിക്കാനുള്ള എപ്പിസ്റ്റമോളജി എന്ന് നമ്മൾ പറയുന്ന ജ്ഞാനാർജന വിമർശന വിദ്യയുണ്ട്. നമ്മുടെ എല്ലാ ശാസ്ത്രശാഖകളിലും അതുണ്ട്. അതിൻ്റെതായ എപ്പിസ്റ്റമോളജി ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗ്രീക്കുകാരെ വികസിപ്പിച്ച ഒന്നാണ് ഹെർമെനൂട്ടിക്സ്. ഇപ്പോൾ ആധുനിക ദർശനത്തിൽ, ഫിലോസഫിയിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. ഹെർമെനൂട്ടിക്സ് എന്ന് പറയുമ്പോൾ വ്യാഖ്യാന ശാസ്ത്രമാണ്. ഹെർമെസ് എന്ന് പറയുന്ന പഴയ ഗ്രീക്ക് ദേവൻ
വെളിപാടിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെയും ദേവനാണ്. അതുകൊണ്ട് ആ ദേവനെ പ്രസാദിപ്പിച്ചെങ്കിലേ നമുക്ക് യഥാർത്ഥമായ വ്യാഖ്യാന വരം ലഭിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത വളരെ പുരാതനവും എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും ഉള്ളതുമാണ്. ഈ യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന യുക്തിമാത്ര പ്രസ്ഥാനം വന്ന 17-ാം നൂറ്റാണ്ട് മുതൽ അതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാം നമുക്ക് വെളിവാക്കാൻ സാധിക്കും, എല്ലാം തെളിച്ച് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ചിന്തയാണ് എൻലൈറ്റൻമെൻറ്റിന് ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ അബദ്ധമായെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു പോസ്റ്റ് എൻലൈറ്റൻമെൻറ്റ് ട്രെൻഡ് ശക്തിയായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. എൻചാൻമെൻറ്റും ഡിസെൻചാൻമെൻറ്റും എന്നൊക്കെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ രഹസ്യം എല്ലാ വേദങ്ങൾക്കും ആവശ്യമാണെന്ന് കൂടി പറയേണ്ടതുണ്ട്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിലും അങ്ങനെയാണല്ലോ, നമ്മൾക്ക് അറിയാം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ദൃശ്യമെന്നോ നമുക്ക് നിരീക്ഷിതമെന്നോ ഒക്കെ പറയുന്ന പ്രപഞ്ചത്തിന് 4-5% എന്നൊക്കെ അറിഞ്ഞു. വലിയ സംഗതികളൊക്കെ ഉണ്ട്. ഹബിൾ ടെലസ്കോപ്പും ജെയിംസ് വെബ് ടെലസ്കോപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ അഗാധതകളിലേക്ക് നമുക്ക് ഇതുവരെയും ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ രഹസ്യം ഉണ്ടെങ്കിലേ വാസ്തവത്തിൽ നമുക്ക് മുൻപോട്ടുള്ള പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അറിവല്ല ശാസ്ത്രത്തിൻ്റെ ചാലകശക്തി, അറിവില്ലായ്മയാണ്, അജ്ഞതയാണ് എന്നിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ വ്യാഖ്യാനത്തിൻ്റെ വഴികൾ വളരെ ആത്മനിഷ്ഠമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ വ്യവസ്ഥാപിത മതങ്ങളൊക്കെ വൈദിക ശ്രേണി സൃഷ്ടിച്ചു. വൈദികരാണ് അല്ലെങ്കിൽ വേദജ്ഞാനികളാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടതെന്നുള്ള ചിന്തയാണ്. അത് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. കാരണം വൈദികരോ അവരോട് ചേർന്ന് നിൽക്കുന്ന വേദവ്യാഖ്യാതാക്കളോ വ്യാഖ്യാനിച്ചു വരുമ്പം അവരുടെ സ്ഥാപനത്തിൻ്റെ, അവരുടെ അധികാര കസേരയുടെ, അവരുടെ അവകാശങ്ങളുടെ അതിൻ്റെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാണ് വേദങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് തിരിച്ചടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പുതിയ വ്യാഖ്യാനങ്ങളുമായിട്ട് ആളുകൾ വരുന്നത്. ഇപ്പം പാശ്ചാത്യ സഭയിലെ കത്തോലിക്ക സഭയിലെ മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണം 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായത് അതുകൊണ്ടാണ്. കാരണം വേദത്തെ കൈപ്പിടിയിൽ ഒതുക്കുകയും അതിനെ എവിടെയെങ്കിലും വെച്ച് മറ്റാർക്കും കൊടുക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ വേദങ്ങൾക്ക് വ്യാഖ്യാനം വേണമെന്നുള്ളത് ഒരു അടിസ്ഥാന തത്വമാണ്. നമുക്കറിയാം, യേശുക്രിസ്തു അന്നത്തെ ജൂതന്മാരുടെ മതപണ്ഡിതന്മാരോടും പുരോഹിതന്മാരോടും പറഞ്ഞു, നിങ്ങൾ അറിവിൻ്റെ താക്കോലുകൾ അടിച്ചു മാറ്റിയിരിക്കുന്നു, നിങ്ങൾ പ്രവേശിക്കുകയില്ല, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ തുറന്നു കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞു. അത് വിപ്ലവകരമായൊരു പ്രസ്താവനയായിരുന്നു അത്. അതുകൊണ്ടായിരിക്കാം പിന്നെ നമുക്കറിയാമല്ലോ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെ വരുന്നത് ഈ ഒരു പുതിയ വേദത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ സാരാംശത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് വാക്കുകൾക്ക് നിരുക്തിയെക്കുറിച്ച് ധാരാളം ഇവിടെ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയ ഈ വാക്കുകളുടെ വിശുദ്ധിയിലേക്ക് നമ്മൾ തിരിച്ചു പോയെങ്കിൽ മാത്രമേ അതിൻ്റെ ആശയവും തിരിച്ചു കിട്ടുകയുള്ളൂ. നമുക്കറിയാം, ബുദ്ധൻ്റെ കാലത്ത് ഉദാത്തമായി കരുതിയ സന്യാസിമാരുടെ ഭിക്ഷയെടുക്കൽ പിന്നെ അത് പിച്ചക്കാരനുമായി എത്രമാത്രം വ്യത്യാസമാണ് അതുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിരുക്തി പ്രധാനമാണ്. വാക്കിൻ്റെ വിശുദ്ധിയും അതെന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിലേക്കുള്ള ഒരു പിന്മടക്കവും നമുക്ക് ആവശ്യമാണ്. അവസാനമായിട്ട് എനിക്ക് ഒരു വേദസംഗമത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇപ്പം നമുക്കറിയാം, സ്പെഷ്യലൈസേഷൻ മൂലം യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും അക്കാഡമികളിലാണെങ്കിലും നമുക്ക് ആ സമഗ്രമായ ചിത്രം, ഹോളിസ്റ്റിക് പിക്ചർ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വേദങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല അത് ഹോളിസ്റ്റിക്കാണ്. അതിനെ സമഗ്രമായിട്ട് മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ഭാഗതയത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ഒന്നാണ് വേദങ്ങൾ. ഈ അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിൽ അലക്സാണ്ട്രിയ സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിമാരും വേദപണ്ഡിതന്മാരും അവിടെ പോയിരുന്നു. ഈജിപ്തിൽ നിന്നുള്ളവരുണ്ട്, ഗ്രീസിൽ നിന്നും റോമിൽ നിന്നുമുള്ളവരുണ്ട്. അവരുടെ രേഖകളിലൊക്കെ ഈ ഗിംനോസോഫോയി എന്ന് പറയുന്ന നഗ്ന സന്യാസിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെയുള്ള
ജൈന പാരമ്പര്യത്തിലെ സന്യാസിമാരോ നാഗസന്യാസിമാരോ ഒക്കെ ആയിരുന്നായിരിക്കാം. അപ്പം ഇതുകൊണ്ട് ഒരു സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്കാരങ്ങളുടെ ഒരു വേഴ്ചയുണ്ടായി. ഇപ്പം നമുക്കുള്ള ഒരു പ്രശ്നം, നമ്മളെല്ലാ മതങ്ങളിലും അവരവരുടെ വേദങ്ങളെയും അതിന് വ്യാഖ്യാനത്തെയും അതാത് മതത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അടച്ചുപൂട്ടി വെക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിന് പകരമായിട്ട് ഈ വേദസംഗമങ്ങളുടെ സ്ഥാനം നമുക്ക് ആവശ്യമാണ്. വേദം അറിവാണെങ്കിൽ അറിവിൻ്റെ സംഗമം എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഒരു സമയത്ത് അത് നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് വേദസംഗമം അറിവിൻ്റെ സംഗമം സൃഷ്ടിക്കുന്ന അടിസ്ഥാന ശിലകളായി നമ്മുടെ വേദങ്ങൾ തീരണമെന്നുള്ളത് നമ്മുടെ ഒരു ഭാവിയുടെ ഒരു ആവശ്യം കൂടിയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ്. മനുഷ്യർ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക, നമുക്ക് എല്ലാവർക്കും എല്ലാ ജീവികൾക്കും ഒരുമിച്ച് ജീവിക്കാനും സന്തോഷമായി കഴിയാനുമുള്ള ഒരു ഭാവിയെ സൃഷ്ടിക്കുക, ഇതൊക്കെ വേദത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് ഈ വേദ ഉപാധികൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹകാരണമായി തീരട്ടെ, ഫലപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ച ശ്രീ സി പ്രസാദിനെ സന്തോഷത്തോടു കൂടി ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി വിനോദ് നായരെ ശ്രമിക്കുന്നു. അഭിവന്യരെ, ഗുരുജനങ്ങളെ, ഏറ്റവും ധന്യവും സാർത്ഥകവുമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയതെന്ന് നമ്മൾക്കറിയാം. ഇവരെ രണ്ടുപേരെയും അവതരിപ്പിക്കാൻ ഞാൻ എഴുതിക്കൊണ്ടുവന്ന വാചകങ്ങളൊക്കെ അപ്രസക്തവും ആവശ്യമില്ലാത്തതുമാക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും അർഹമായ കരങ്ങളിലെത്തിയാണ് ഈ ഗ്രന്ഥം പ്രകാശിതമായത് എന്ന് നമുക്കറിയാം. അതിന് കാർമ്മികനായതും ഏറ്റവും അർഹനായ വ്യക്തി തന്നെയാണ് എന്ന് നമുക്കറിയാം. രണ്ടുപേർക്കും, ശ്രീ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിക്കും ഫാദർ ഡോക്ടർ KM ജോർജിനും മലയാള മനോരമയുടെ പേരിൽ ഈ ധന്യ മുഹൂർത്തത്തിന്റെ പേരിൽ ഏറ്റവും ആദരവോടെ നന്ദി പറയുന്നു. പുസ്തക രചയിതാവായ ശ്രീ സി പ്രസാദിനെയും ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം മനോരമയുമായുള്ള അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ പറ്റിയും ക്ഷേത്ര വിജ്ഞാന സർവസ്വവും ഭാരതീയ ദർശനം എന്നീ പുസ്തകങ്ങൾ മനോരമ ബുക്സിലൂടെ തന്നെയാണ് പുറത്തു വന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ദൗത്യത്തിന്, ഈ ഒരു മഹായജ്ഞത്തിന് മനോരമ ബുക്സിനൊപ്പം നിന്ന ശ്രീ സി പ്രസാദിന് ഏറ്റവും ആദരവോടെ നന്ദി പറയുന്നു. ആമുഖ പ്രഭാഷണം നടത്തിയ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് സാറിനും ഈ ചടങ്ങിനെ ധന്യമാക്കിയ പ്രൗഢമായ സദസ്സിനും നന്ദി. എല്ലാവർക്കും നന്ദി. വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. ഈ ചടങ്ങിലൂടെ അവസാനിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യരാക്കിയ സ്വാമിയാർ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് CP മധുസൂദനൻ, ബ്രാഹ്മണ സമൂഹം മഠം പ്രസിഡന്റ് ശങ്കർ സ്വാമി എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.